നമസ്തേ. ഇപ്പം നമ്മുടെ പൂജാ ഹോളിഡേയ്സ് ഒക്കെ കഴിഞ്ഞു. വിജയദശമി അതിഗംഭീരമായിട്ട് നടന്നു. അപ്പം എല്ലാ കലാകാരന്മാരും കലാകാരികളും, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് പഠിക്കുന്നവരും പിന്നെ പഴയ കുട്ടികളായാൽ പോലും ഗുരുക്കന്മാരെ വന്ന് കാണുന്ന ഒരു പ്രവണത ഉണ്ട്. അതിലുപരി എനിക്ക് പറയാനുള്ള ഗുരുക്കന്മാരെ കുറിച്ചാണ്. ഗുരുക്കന്മാർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ഉണ്ടല്ലോ നമുക്ക്. അതായത് ഇപ്പം എൻ്റെ ക്ലാസ്സിൽ തന്നെ വളരെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്നു. 4 വയസ്സാക്കിയുള്ളൂ. അപ്പം നമ്മൾ ടീച്ചറെ ഇവള് പഠിക്കുന്നു. ഞാൻ ചോദിച്ചു എന്ത് പഠിക്കുന്നു? സ്കൂളിൽ ഡാൻസുകൾ പഠിക്കുക, അതായത് ആക്ഷൻ സോങ് അങ്ങനെ വലുതൊക്കെ ആയിരിക്കും. അല്ലാതെ 4 വയസ്സിൽ എന്ത് കളിക്കാനാണ്? പിന്നെ പറയുന്നത് അമ്മമാർ പറയുന്നത് TV വെക്കുമ്പോൾ അവൾ ഭയങ്കര കളിയാണ്. അപ്പം ആ കളിയൊന്നുമല്ലല്ലോ നമ്മുടെ ഇവിടെ പഠിപ്പിക്കുന്നത്. നമ്മൾ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ ഭാഗങ്ങളും വളരെയധികം ശ്രദ്ധയോടെ പഠിപ്പിക്കുന്നതാണ് ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള എല്ലാ ടീച്ചർമാരും. ഞാനെന്ന് മാത്രമല്ല എല്ലാവരും. അതിൻ്റെ അടിസ്ഥാനം പഠിക്കുക എന്ന് പറഞ്ഞാൽ നല്ല ജോലിയാണ്. അത് പഠിച്ചേ പറ്റൂ. അത് പഠിക്കുക എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഫുട് വർക്ക് നല്ല പോലെ, കാല് സാധകം, തൊണ്ട സാധകം എന്ന് പാട്ടിന് പറയുന്നത് പോലെ ഡാൻസിന് കാല് സാധകമാണ് മെയിനായിട്ട്. അപ്പം ഈ കുട്ടീനെ നമുക്ക് കൊണ്ടുവരുമ്പോഴേ പറയണം, എന്താ പറയുക, നമുക്ക് എപ്പോൾ ഇവിടെ കളിപ്പിക്കാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാൻ അവരോട്? എപ്പോൾ കളിപ്പിക്കാൻ പറ്റുമെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാൽ എന്താ അറിയോ, നിങ്ങളുടെ കുട്ടിയെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ. അവൾക്ക് താളമെങ്കിലും വേണം, താളം വേണമല്ലോ. താളം ഉള്ള ഒരു കുട്ടീനെ ഒരു അധ്യാപകന് പഠിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ 100-ൽ 100 പേർക്കും താളമുണ്ട് എന്നാണ് എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. 100-ൽ 100 പേരെടുത്താലും 100 പേർക്കും താളമുണ്ട്. പക്ഷേ സംഗീതത്തിൻ്റെ വസ്തിക്ക് ചെല്ലുമ്പോൾ ശ്രുതി അതിഗംഭീരമായിട്ട് വരേണ്ട ഒരു സാധനമാണ്. ഈ 10 പേരെടുത്ത് കഴിഞ്ഞിട്ട് നമ്മളതിനകത്ത് എത്ര പേർക്ക് ശ്രുതി ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 10 പേർക്ക് കാണൂല, വളരെ കുറവായിരിക്കും. ഇതാണ് ശ്രുതിയാണ് താളത്തിനേക്കാൾ ഒരു പടി മേലെ എന്ന് ഞാൻ പറയും. എൻ്റെ ഒരു ഇത് വെച്ചാൽ ഞാൻ പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്നവർ അതിനെങ്ങനെ കരുതുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് സംഗീതം കൂടെ ചെയ്യുന്നത് കൊണ്ട് എനിക്കറിയാം ശ്രുതി തന്നെയാണ് മേലെ. നമ്മളിപ്പോൾ സാധാരണഗതിയിൽ ഒരാൾ നടന്ന് വരികയാണെന്ന് വിചാരിക്കുക. നമ്മളൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടീനെ മോളിങ്ങോട്ട് വന്നേ. അപ്പോൾ എൻ്റെ വലിയൊരു ഹാളാണ് എൻ്റെ ക്ലാസ്. അപ്പോൾ ആ ഹാളിൽ നിന്ന് ചിലപ്പോൾ ഏറ്റവും ബാക്കിൽ നിന്ന കുട്ടിയായിരിക്കും ഞാൻ വിളിക്കുന്നത്. മോളിങ്ങോട്ട് വന്നേ എന്ന് ഞാൻ വിളിക്കുമ്പോൾ ആ കുട്ടി നടന്നു വരുന്നൊരു ശൈലിയുണ്ട്. അത് 100% ഡാൻസുകാർക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ചതുരശ്ര ജാതിയിലാണ് ആ കുട്ടി നടക്കുള്ളൂ. നമുക്ക് 5 ജാതിയുണ്ട്. ജാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കേസിൽ കൊടുക്കാനുള്ള ജാതിയല്ല കേട്ടോ ഞാൻ പറയുന്നത്. തിസ്രം, ചതുരശ്രം, ഖണ്ഡം, മിശ്രം, സങ്കീർണം, ഇങ്ങനെ 5 ജാതി ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതിൽ ചതുരശ്രമാണ് നമ്മുടെ സാധാരണഗതിയിൽ എല്ലാവർക്കും വളരെ എന്താ പറയുക, അതിന് സൗകര്യപ്രദമായ അല്ലെങ്കിൽ എല്ലാവർക്കും സാധിക്കാവുന്ന ഒരു താളമാണ് ചതുരശ്ര ജാതി. അത് ഡാൻസുകാരെല്ലാവരും അംഗീകരിക്കുന്നത് എനിക്കറിയാം. ബാക്കി 4 ജാതി കുറച്ച് ബുദ്ധിമുട്ടാണ്. കാലിനൊന്നും പ്രത്യേകിച്ച് പ്രശ്നങ്ങളില്ലാത്ത കുട്ടിയുടെ കാര്യം ഞാൻ പറഞ്ഞേട്ടോ. അല്ലാതെ ഇത്തിരി പ്രശ്നമുള്ള കുട്ടികൾ പഠിക്കാൻ വരൂല്ലല്ലോ. അപ്പോൾ ഒരു കുട്ടി നടന്നു വരുമ്പോൾ അത് ചതുരശ്ര ജാതി ഉണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് ഓൾറെഡി താളം ഉണ്ടെന്ന് ഉറപ്പായി. പിന്നെ കളിപ്പിക്കുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആ കുട്ടിക്ക് താളം ഉണ്ടെന്നുണ്ടെങ്കിൽ തീരുമാനം ഡാൻസ് പഠിക്കാൻ ആപ്റ്റാണ് ആ കുട്ടി, സംശയമില്ല. പിന്നെ ശ്രുതിയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ശ്രുതി ഉണ്ടെങ്കിലേ പാട്ടിൻ്റെ അടുത്ത് അടുക്കാൻ പറ്റൂ. നൃത്തത്തിനേക്കാട്ടിലും ഒരു പടി മേലെയാണ് സംഗീതം എന്ന് ഞാൻ പറയും. സംഗീതം ആസ്വദിക്കുന്നവർ 100-ൽ 100 പേരും ആസ്വദിക്കുന്നവരായിരിക്കാം. പക്ഷെ നൃത്തം 100-ൽ 100 പേര് ആസ്വദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഇച്ചിരി പുറകോട്ടായിരിക്കും. ഇനി ഇന്നത്തെ കാലത്ത് എല്ലാതരം ഡാൻസുകളും ഉണ്ടല്ലോ, ശരിയല്ലേ? അതായത് ഇപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും അല്ലത് കണ്ടംപററി, ഫോക്ക് ഡാൻസ്, എന്താ പറയുക, സിനിമാറ്റിക് ഡാൻസ്, അങ്ങനെ പലതരം പേരുകളിൽ കുറേ ഡാൻസുകളുണ്ട്. ഇതൊന്നും ഞാൻ കൈകാര്യം ചെയ്യുന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നുമില്ല.
പിന്നെ പിന്നെ പ്രധാനപ്പെട്ട 2-3 ബോയ്സ് വന്നു പഠിക്കാൻ. ബോയ്സ് വന്നപ്പോഴത്തേക്ക് അതിനകത്ത് വലിയവരും ഉണ്ട്, ചെറിയവരും ഉണ്ട്. അപ്പോൾ ചിലരുടെ ഒരു ധാരണ എന്താ അറിയോ, ഡാൻസ് പഠിച്ചാൽ, ആൺകുട്ടികൾ ഡാൻസ് പഠിച്ചാൽ പെണ്ണിനെ പോലെ ആകുമോ, പെണ്ണിൻ്റെ ഒരു ശ്രേണഭാവമൊക്കെ വരുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല. ഞാൻ പഠിപ്പിച്ചിട്ടുള്ള പല പയ്യന്മാരുണ്ട്, അവരൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ ചിലരെന്താ ടീച്ചർ ഇങ്ങനെയൊക്കെ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ചില ഒരു പ്രത്യേകത, ഞാൻ പറഞ്ഞു അത് അവരോട് തന്നെ ചോദിക്കണം, എനിക്ക് അറിഞ്ഞുകൂടാ അതെന്താ സംഭവം എന്ന്. അല്ലാതെ അത് ഡാൻസ് പഠിച്ചാൽ പെണ്ണിനെ പോലെ ആകും എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. എത്രയോ പേര് കമലഹാസൻ ഡാൻസ് കളിക്കുന്നില്ലേ, നമ്മുടെ നടന്മാരായ 2 വിനീതുമാർ ഡാൻസ് കളിക്കുന്നില്ല, അവർക്കൊക്കെ അങ്ങനെ ഉണ്ടോ? അപ്പം അതൊക്കെ വെറുതെ തെറ്റിദ്ധാരണയാണ്, മനസ്സിലായില്ലേ? അതൊന്നും അങ്ങനെയില്ല. അവ പൂജയെടുപ്പിന് വന്നിട്ടുള്ള കുട്ടികളെ പഠിപ്പിച്ച് ഇപ്പോൾ 2-3 ക്ലാസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ ഞാൻ അത് പറയാനാണ് സത്യം പറഞ്ഞാൽ വന്നത്. അതായത് കൊച്ചു കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് ചോദിക്കുകയാണ് എപ്പോൾ സ്റ്റേജിൽ കയറാൻ പറ്റുമെന്ന് ചോദിച്ചാലേ നമ്മൾ എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു കൊച്ചു ആദ്യം പഠിക്കട്ടെ, താളമുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ. കുട്ടി കളിക്കും തോറും ക്ലാസ്സിൻ്റെ ടൈമിങ് കൂടും. അതാണ് എൻ്റെ ക്ലാസ്, അങ്ങനെയാണ്. അല്ലാണ്ട് 1 മണിക്കൂറോ അരമണിക്കൂറോ 1.5 മണിക്കൂറോ എൻ്റെ ക്ലാസ് ഇല്ല. കുട്ടി കുറച്ചേ കളിക്കുള്ളൂ. അതല്ല, വന്ന വശം കുറേ എന്തായാലും ഒരു കുട്ടി കളിക്കില്ല, അത് ഉറപ്പാണ്. ഇച്ചിരി കാലുവേദനയൊക്കെ ഉണ്ടാവും. അപ്പം അത് കുറേശ്ശെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കുള്ളൂ കുട്ടികൾക്ക്. പിന്നെ ആദ്യമേ ഒന്നും വലിയ ക്ലാസ് ഒന്നും കാണില്ല. ചെറിയ കുട്ടികൾക്ക്, തീരെ ചെറിയ കുട്ടികൾക്ക് കുറച്ച് നേരം കളിക്കും, വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, നമ്മൾ അവിടെ ഇരുത്തുന്നു. അപ്പോഴത്തേക്കും കൊച്ചിനെ നമ്മൾ അടുത്തേക്ക് വിളിക്കുന്നു. കൊച്ച് ടീച്ചറിനെ പേടിയില്ലാത്ത രീതിയിൽ പഠിക്കുന്ന ഒരു രീതിയിലോട്ട് കൊച്ചിനാക്കിയെടുക്കണം. അതേപോലെ കൊച്ചിനെ ഞാൻ പഠിക്കണം, കൊച്ച് എന്നെയും പഠിക്കണം, എന്നാലേ ക്ലാസ് മുന്നോട്ട് പോകുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു പ്രവണത, അതായത് ഒരു കുട്ടീനെ കൊണ്ടുവരുമ്പോൾ എപ്പോൾ കളിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, കല എന്ന് പറഞ്ഞ കുട്ടികളുടെ കഴിവാണ്. കഴിവിൻ്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ കളിച്ച് പെട്ടെന്ന് കയറി വരികയാണെങ്കിൽ വേഗം സ്റ്റേജിൽ കയറാം. അതിപ്പോൾ 5 വയസ്സിൽ 6 വയസ്സിൽ 7 വയസ്സിലൊക്കെ നമ്മൾ ചെറിയ 1-2 കുഞ്ഞു ഐറ്റമൊക്കെ കുട്ടികളെ കയറ്റാൻ പറ്റും, ഇല്ല എന്നൊന്നുമില്ല. പക്ഷെ മെഡ്രാസിൽ ചിത്ര വിശ്വേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞാൽ എന്താ അറിയോ, 7 വയസ്സിൽ തുടങ്ങാനേ പാടുള്ളൂ എന്നാ. അതും തുടങ്ങാം, ആര് പറഞ്ഞില്ല എന്ന്. 7 വയസ്സിൽ തുടങ്ങാം, 8 വയസ്സിൽ തുടങ്ങാം. ഇപ്പം അമ്മമാർ പഠിക്കുന്നില്ല. എൻ്റെ ക്ലാസ്സിൽ 60-65 വയസ്സായവർ എൻ്റെ ക്ലാസ്സിലുണ്ട്. അപ്പം ഈ ഒരു സംഭവം ഞാൻ പറയാൻ വന്നതാണ്. നന്ദി, നമസ്കാരം.